സ്വപ്നക്കൂട്. ഇതെല്ലാം രാഘവൻ കയറിയിറങ്ങി ഒരു തരത്തില് പെണ്ണ് കാണൽ ചടങ്ങിന് അനുമതി മേടിച്ചു. അങ്ങനെ ചെറുക്കൻ വന്നു. പേര് ശ്രീരാജ്. 28 വയസ്സ്. കാണാനും മിടുക്കൻ. MA കഴിഞ്ഞ് PSC കോച്ചിങ്ങിന് ചേർന്നതാണ്. കഷ്ടപ്പെട്ട് പഠിച്ചത് മൂലം പെട്ടെന്ന് തന്നെ ജോലി പ്രവേശിച്ചു. എടോ, ഞാൻ പഠിച്ച സെന്ററാണെങ്കിൽ ഒരുപാട് നല്ലതാ. അവിടെ പഠിച്ച 90% പേർക്കും ജോലി കിട്ടിയതാണ്. താൻ കല്യാണം കഴിഞ്ഞാൽ അവിടെ ചേർന്നാ മതി. ശ്രീരാജിന്റെ ആ ഒറ്റ വാചകത്തിൽ വീണ വീണു. അവളുടെ ആഗ്രഹം അതുതന്നെയായിരുന്നു. വൈശാഖിന് ആരോടൊക്കെയോ പയ്യനെക്കുറിച്ച് ചോദിച്ചു. ആരും ഒരു കുറ്റവും പറഞ്ഞില്ല. എന്നു മാത്രമല്ല, ഏറ്റവും അനുയോജ്യമായ ഒരു ബന്ധമാണിതെന്നാണ് അവരൊക്കെ പറഞ്ഞതും. അങ്ങനെ രണ്ട് വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ജാതകവും ചേർന്നതിനാൽ ശ്രീരാജും വീണയുമായുള്ള വിവാഹം ഉറപ്പിക്കുകയാണ് ചെയ്തത്. 6 മാസത്തെ ട്രെയിനിങ് ഒക്കെ പൂർത്തീകരിച്ച് വൈശാഖൻ തിരിച്ചെത്തിയതാണ്. ഇനി ഉടനെ തന്നെ ജോയിൻ ചെയ്യണം. ലക്ഷ്മിയുടെ വയറൊക്കെ വലുതായി തുടങ്ങി. ഇടയ്ക്കൊക്കെ കുഞ്ഞിന് അനക്കം വന്നു തുടങ്ങി. വൈശാഖൻ ഫോൺ വിളിക്കുമ്പോൾ കുഞ്ഞിനറിയാന്ന് ലക്ഷ്മി അവനോട് പറഞ്ഞു. ക്ലാസ്സൊക്കെ കഴിഞ്ഞതുകൊണ്ട് അവൾ വീട്ടിൽ തന്നെയാണ്. വൈശാഖൻ ട്രെയിനിങ്ങിന് പോയതുകൊണ്ട് അവൾ സ്വന്തം വീട്ടിലും പോയി ഇടയ്ക്കൊക്കെ നിൽക്കുമായിരുന്നു. യാത്രാക്ഷീണം കാരണം വന്നപ്പോ മുതൽ വൈശാഖൻ നല്ല ഉറക്കത്തിലാണ്. അവൻ വന്നപ്പോ ലക്ഷ്മി ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. ലക്ഷ്മി 2-3 തവണ റൂമിൽ വന്നിട്ട് തിരിച്ചുപോയി. വീണയും ശ്രീരാജും തമ്മിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നും വൈകിട്ട് 5 മണി മുതൽ അവർ തമ്മിൽ ഫോൺ വിളിയാണ്. അതൊരു അരമണിക്കൂർ നീളും. നടക്കട്ടെ നടക്കട്ടെ. ലക്ഷ്മി ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. എന്താ മോളെ, എന്തെങ്കിലും വേണോ? ഓ, ഭയങ്കര നടുവേദനയമ്മേ. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. നാളെ കേശവ വൈദ്യന്റെ അടുത്തുനിന്ന് കൊട്ടൻ ചുക്കാതി മേടിക്കാം. അത് തേച്ച് കുളിക്കാൻ തുടങ്ങണം. അത് തേച്ചാ മാറും അമ്മേ. ആശ്വാസമാകും മോളെ. എന്നാലും ഇനി ഇടയ്ക്കൊക്കെ വേദന വരും. മാസം അടുക്കാറാവുമ്പോ അങ്ങനാണ്. എനിക്കാണെങ്കിൽ ഓർത്തിട്ട് പേടിയാകുന്നുമേ. സത്യം പറയുക. എന്തിന്? ഒരു പേടിയും വേണ്ട. എല്ലാം പെട്ടെന്ന് കഴിയും മോളെ. കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാ പിന്നെ നിന്റെ എല്ലാ വിഷമവും മാറും. സുമിത്ര അവളെ ആശ്വസിപ്പിച്ചു. എന്നാലും ലക്ഷ്മിയുടെ മുഖം പ്രസാദിച്ചില്ല. വൈശാഖൻ എണീറ്റില്ലേ മോളെ ഇതുവരെ? എത്ര നേരായിട്ട് ഉറങ്ങുന്നു? ആ പേരമ്മ പറഞ്ഞതും കുഞ്ഞനങ്ങി. ഇല്ലമ്മേ, ഏട്ടൻ നല്ല ഉറക്കത്തിലാ. ഞാൻ വിളിക്കാനും പോയില്ല. മോളും മുറിയിലേക്ക് പോയിക്കോ. നാളെ നമുക്ക് കുഴമ്പൊക്കെ തേച്ച് ചൂടുവെള്ളത്തിൽ കുളിക്കാം. ശരിയമ്മേ. ലക്ഷ്മി വന്ന് കസേരയിലിരുന്നു. അച്ഛൻ ഉറങ്ങുവാടാ പൊന്നെ. എണീക്കുമ്പോ മുത്തിന് ഉമ്മ തരൂട്ടോ. അവൾ തന്റെ വയറ് തഴുകി. അപ്പോഴേക്കും കുഞ്ഞ് 2 ചവിട്ട് തന്നതായി അവൾക്ക് തോന്നി. ലക്ഷ്മി കസേരയിൽ നിന്ന് എണീറ്റു. വൈശാഖേട്ടാ, ഏട്ട എഴുന്നേക്കുന്നില്ലേ? അവൾ അവന്റെ തോളത്ത് പിടിച്ചു കുലുക്കി. 2-3 പ്രാവശ്യം കൊട്ടി വിളിച്ചപ്പോഴാണ് അവൻ കണ്ണു തുറന്നത്. ലക്ഷ്മി, നീ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് ഒരുപാട് നേരായി. പക്ഷെ ഏട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു. ശോ, നിനക്ക് വിളിക്കാൻ മേലായിരുന്നോ? വാ, ഇവിടെ ഇരിക്കും. അവൻ അവളെ തന്റെ അടുത്ത് പിടിച്ചിരുത്തി. ഇവിടെ ഒരാൾക്ക് അച്ഛനോട് മിണ്ടാഞ്ഞിട്ട് ഭയങ്കര കുറുമ്പ്. എനിക്കിട്ടാണെങ്കിൽ ചവിട്ടും തൊഴി. ആണോ കുഞ്ഞുലക്ഷ്മി? അവൻ അവളുടെ വയറിലേക്ക് മുഖം ചേർത്ത് വെച്ചു. കുഞ്ഞുലക്ഷ്മിയാണെങ്കിൽ കൈയും കാലും വിട്ട് അടിച്ചു കളിക്കുവാണെന്ന് ലക്ഷ്മിക്ക് തോന്നി. എടി, ദേ കുഞ്ഞനങ്ങുന്നു ശരിക്കും, അവൻ ആഹ്ലാദത്തോടെ പറഞ്ഞു. ഇപ്പൊ അങ്ങനാണ് ഏട്ടാ, നല്ല അനക്കമായി. അച്ഛടെ മുത്തേ, കാണാൻ കൊതിയായി. അവൻ തേര് ചുംബിച്ചു. മതി മതി, എനിക്ക് വയ്യ ഈ ചവിട്ട് കൊള്ളാന്. അവൾ അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. നിക്കടി, 1 മിനിറ്റ്. ലക്ഷ്മി അവന്റെ ദേഹത്തേക്ക് ചാരിയിരുന്നു. നീ ഈ വയറും താങ്ങിപ്പിടിച്ചു പോകുന്ന കാണുമ്പോ ശരിക്കും സങ്കടം വരുവാ. ഭയങ്കര ബാക്ക് പെയിൻ ആണ് ഏട്ടാ. കാലൊക്കെ കഴച്ചു പൊട്ടും ചില സമയങ്ങളിൽ. സാരമില്ലടി, നമ്മുടെ വാവയ്ക്ക് വേണ്ടിയല്ലേ. ആട്ടെ, ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, ഗുളികകളൊക്കെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ദീപ ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ചേച്ചിക്ക് 1 മന്ത് ആയതേ ഉള്ളൂ ഏട്ടാ. പ്രോബ്ലം ഒന്നുമില്ല. രാജീവേട്ടൻ എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കും. ആണല്ലേ? ഏട്ടനെ വന്ന മാറ്റം കൊണ്ടാ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായത്. വീണയുടെ കല്യാണത്തിന് ഇനി 1 മാസം കൂടിയല്ലേ ഉള്ളൂ. ഇതാന്ന് പറഞ്ഞ പോലെ ദിവസം പോകും. വൈശാഖൻ ലക്ഷ്മിയെ നോക്കി. അവൻ എപ്പോഴും ഫോൺ വിളിക്കുവോടി? ഓ, അങ്ങനൊന്നും ഇല്ല ഏട്ടാ.
വിളിച്ചാൽ തന്നെ എന്താ, അവര് കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ. അതൊക്കെ ശരിയാണ്. എന്നാലും അധികമായാൽ അമൃതം വിഷമാണ്. അയ്യടാ, നാണമില്ലല്ലോ പറയാൻ. അന്നെന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ വന്ന് എന്തൊരാക്രാന്തമായിരുന്നു. അന്നത് മഴ വന്നതുകൊണ്ടല്ലേ? അതെ അതെ, ഞാനന്ന് ജാടയിട്ടതുകൊണ്ട്. അല്ലെങ്കിൽ കാണായിരുന്നു. ഒന്ന് പോടി. നീ വാ, ഞാൻ നിന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഏ, എന്തിന്? അതോ, ചുമ്മാ. അവൻ അവളെ പിടിച്ചു നിർത്തി കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇതെന്തിനാ ഏട്ടാ? കുറച്ചു നാൾ കഴിയുമ്പോ കുഞ്ഞുലക്ഷ്മിയെ കാണിക്കാനാണ്. ആ, ബെസ്റ്റ്. ഞാനോർത്ത് എന്തിനാന്ന്. നീ വാ, ഒരു ചായയൊക്കെ കുടിക്കാം. വൈശാഖൻ ഫോൺ മേശമേൽ വെച്ചിട്ട് പറഞ്ഞു. രണ്ടാളും കൂടി മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ആ, ഏട്ടൻ എഴുന്നേറ്റോ? എത്ര നേരായിട്ട് ഞങ്ങൾ കാത്തിരിക്കുക. എന്താണാവോ ഉണ്ണിമോൾ ഇത്രയ്ക്ക് കാത്തിരുന്നത്? എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോടി? ചക്കപ്പുഴുക്കും നാടൻ കോഴി കറി വെച്ചതും ഉണ്ട്. മതിയോ ആവോ? ആണോ? സൂപ്പർ. അമ്മേ, വിശന്നിട്ട് വയ്യ. വേഗം ഒരു പ്ലേറ്റ് എടുത്തു. ആ, പ്ലേറ്റ് മതിയോ? എങ്കിലും ഒന്നാക്കണ്ട. ഉണ്ണിമോൾ ചിരിച്ചു. എന്തൊരു തമാശയാടി നീ പറയുന്നേ. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? എന്റെ ഏട്ടാ, നിലവാരമില്ലാത്ത ഏട്ടന്റെ ഈ കോമഡി കേട്ടാൽ ഏട്ടത്തിയുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞുപോലും ക്ഷമിക്കില്ല. അതുകൊണ്ട് ദേവി ഇതൊന്ന് നിർത്ത്. എന്നിട്ട് അമ്മ തരുന്ന ചക്കപ്പുഴുക്ക് കഴിക്കാൻ നോക്ക്. അതും പറഞ്ഞുകൊണ്ട് അവനെ കൊഞ്ഞനും കുത്തി കാണിച്ചിട്ട് അവൾ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. ലക്ഷ്മി, വാ കഴിക്കാം. അവൻ ഉറക്കെ വിളിച്ചു. എനിക്കിപ്പോ വേണ്ടേട്ടാ, ഏട്ടൻ കഴിച്ചോളൂ. വാടി കഴിക്കാം, അവളുമാരെയും വിളിക്ക്. അവൻ നിർബന്ധിച്ചപ്പോ ലക്ഷ്മി ഒപ്പം വന്നിരുന്നു. എടത്തി, കുഞ്ഞുവാവ ഏട്ടൻ വന്നപ്പോ അനങ്ങിയോ? ഉണ്ണിമോക്ക് സംശയമായി. മിണ്ടാതിരുന്ന് കഴിച്ചിട്ട് പോടി. അവളുടെ ഓരോരോ ചോദ്യങ്ങൾ. സുമിത്ര മകളുടെ നേരെ കൈയോങ്ങി. വീണ എന്തിയമ്മേ? ഫുൾ ടൈം ഫോണിലാണേട്ടാ. ആ തൊഴുത്തിന്റെ അടുത്തെങ്ങാനും കാണും. വൈശാഖൻ കഴിക്കുന്നത് നിർത്തിയിട്ട് എഴുന്നേറ്റു. ഏട്ടൻ ഇതെവിടെ പോവാ? ഇരുന്ന് കഴിക്കാൻ നോക്ക്. ലക്ഷ്മി പറഞ്ഞതൊന്നും അവൻ ചെവിക്കൊണ്ടില്ല. വീണേ, അവൻ ഉറക്കെ വിളിച്ചു. എന്താ ഏട്ടാ? നീ എന്തെടുക്കോ അവിടെ? ഞാൻ കുളിക്കാൻ തുടങ്ങുമായിരുന്നു. എന്താ ഏട്ടാ? തോർത്തും മാറാനുള്ള ഡ്രസ്സുമായിട്ട് വീണ പുറത്തെ കുളിപ്പുരയിലേക്ക് നടക്കുകയായിരുന്നു. ഒന്നുമില്ല, നിന്നെ കാണാഞ്ഞിട്ട് വിളിച്ചതാ. അതും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ഊണുമുറിയിലേക്ക് പോയി. അവൾ എപ്പോഴും ഫോൺ വിളിയാണോ അമ്മേ? വറുത്തരച്ച കോഴിക്കറിയുടെ ചാറെടുത്തിട്ട് അവൻ ചക്കപ്പുഴുക്കിലേക്ക് വട്ടത്തിൽ ചുറ്റി ഒഴിച്ചു. എപ്പോഴും ഒന്നുമില്ല. എന്നാലും അവൻ വൈകിട്ട് ഈ സമയത്തൊക്കെ വിളിക്കും. അമ്മയോട് മിണ്ടുവോ? മിണ്ടും. എന്താടാ? ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. നിന്നെ വിളിക്കില്ലേ? ഒന്ന് രണ്ടു വട്ടം വിളിച്ചു. ദേ അച്ഛൻ വന്നു. ഉണ്ണിമോൾ മുറ്റത്തേക്ക് നോക്കി പറഞ്ഞു. ആ, നീ എപ്പോ വന്നു മോനെ? ഉച്ച കഴിഞ്ഞപ്പോ എത്തിയച്ചാ. അച്ഛനെന്താ താമസിച്ചു പോയേ? ഓ, ഓരോരോ തിരക്കുകൾ. ഇനി കല്യാണം വിളിച്ചു തുടങ്ങേണ്ടതല്ലേ? അതിനൊക്കെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോഴേക്കും സുമിത്ര അയാൾക്കുള്ള ചായയുമായിട്ട് വന്നു കഴിഞ്ഞു. ആശുപത്രി പോയിട്ട് എന്താ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ല. പിന്നെ മോൾക്കാണെങ്കിൽ പോയിട്ട് വന്നപ്പോ മുതൽ നടുവേദന. അതിനിപ്പോ എന്താ ചെയ്യാ? നാളെ ആ വൈദ്യന്റെ അടുത്ത് ഇന്ന് ഇത്തിരി കുഴമ്പ് മേടിക്കണം. മോനെ, നാളെ രാവിലെ പോയി കുഴമ്പ് മേടിച്ചു കൊടുക്കണം കേട്ടോ. ഓ അച്ഛാ. മോളെ, ഒരുപാട് വേദന ഉണ്ടെങ്കിൽ പറ കേട്ടോ. കുഴപ്പമില്ലമ്മേ, കുറഞ്ഞോളും. അനാവശ്യമായ പേടി മാറ്റണം നീ. വേണ്ടതും വേണ്ടാത്തതും എല്ലാം ആലോചിച്ചു കൂട്ടുക. രാത്രി കിടക്കാൻ നേരം വൈശാഖൻ അവളെ സമാധാനിപ്പിച്ചു. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, ഒക്കെ ഏട്ടന്റെ തോന്നല. അന്ന് വലിയ ധീരയാണെന്ന് പറഞ്ഞ് നീ യൂട്യൂബില് ഏതോ ഇംഗ്ലീഷുകാരി പ്രസവിക്കുന്ന വീഡിയോ കണ്ടില്ലേ? അന്ന് തുടങ്ങിയതാ നിന്റെ പേടി. ലക്ഷ്മി മിണ്ടാതിരിക്കുകയാണ്. വൈശാഖേട്ടൻ പറഞ്ഞത് 100% സത്യാണെന്ന് അവൾക്കറിയായിരുന്നു. പക്ഷെ ഒന്നും മിണ്ടിയില്ലെന്ന് മാത്രം. നാളെ കാലത്തെ തന്നെ ഞാൻ പോയി തൈലം മേടിച്ചിട്ട് വരാം. അതൊക്കെ തേച്ച് കുളിക്കുമ്പോ നിനക്ക് ആശ്വാസമാകും. മൂളിയതല്ലാതെ അവൾ ഒന്നും പറഞ്ഞില്ല. കടിഞ്ഞൂൽ പ്രസവത്തിന്റെ എല്ലാ വ്യാകുലതകളും അവളുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കായിരുന്നു. വൈശാഖേട്ടൻ വന്നതുകൊണ്ട് അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ഏട്ടാ, ഇത് പെൺകുട്ടിയാണെന്ന് ഏട്ടന് ഉറപ്പുണ്ടോ? അവനോട് ചേർന്ന് കിടന്നുകൊണ്ട് അവൾ ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എല്ലാം മുകളിലിരിക്കുന്ന ആളല്ലേ തീരുമാനിക്കുന്നത്. അല്ല ഏട്ടാ, ഏട്ടനാണെങ്കിൽ എപ്പോഴും ഇത് പെൺകുട്ടിയാണെന്നല്ലേ പറയാ. പക്ഷെ കുഞ്ഞുണ്ടാവുമ്പോ
അത് ആൺകുട്ടിയാണെങ്കിൽ ഏട്ടൻ വിഷമിക്കുവോ? ഒന്ന് പോടി. അങ്ങനൊന്നുമില്ല. ആണായാലും പെണ്ണായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഉറപ്പാണോ ഏട്ടാ? ഉം. പിന്നല്ലാതെ. എന്താ നീ ഇപ്പൊ അങ്ങനെ ചോദിക്കുന്നേ? എനിക്കാകെ ടെൻഷൻ. ഏട്ടൻ എപ്പോഴും കുഞ്ഞുലക്ഷ്മി എന്ന് വിളിച്ചിരുന്നിട്ട് ഇത് മോനാണെങ്കിലോ? ഉം. ചിലപ്പൊക്കെ ഞാനും ആലോചിക്കാറുണ്ട്. ഇത് മോനാണെങ്കിലോന്ന്. ഒരു കാര്യം ചെയ്യാം. ഇനി ഞാൻ കുഞ്ഞുലക്ഷ്മി എന്ന് വിളിക്കുന്നില്ല. പോരെ? ലക്ഷ്മി ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. തന്റെ ഏട്ടന്റെ ആഗ്രഹം പോലെ കുഞ്ഞുലക്ഷ്മി ആയാൽ മതിയെന്നായിരുന്നു അവളുടെ മനസ്സിലപ്പോ. അടുത്ത ദിവസം കാലത്തെ തന്നെ വൈശാഖൻ പോയി തൈലം വാങ്ങി. ആദ്യം തലമുടി നിറയെ എണ്ണ വെക്കണം. എന്നിട്ടാ കുഴമ്പ് തേക്കുന്നേ. ലക്ഷ്മിയുടെ തലമുടിയിൽ കാച്ചെണ്ണ തേച്ചുകൊണ്ട് സുമിത്ര പറഞ്ഞു. എനിക്കിതൊന്നും അറിഞ്ഞൂടായിരുന്നമ്മേ. അങ്ങനെയാണ് പണ്ടുള്ളവർ പറയുന്നേ. എന്റെ അമ്മയൊക്കെ അങ്ങനെയാണ് എനിക്ക് ചെയ്തു തന്നത്. കുളിച്ചു കഴിഞ്ഞ് കണ്ണീർ കിട്ടാതിരിക്കാനായി കുറച്ച് കൺമഷി എടുത്ത് കണ്ണിലും എഴുതണം. അതെന്തിനാണമ്മ അങ്ങനെ എഴുതുന്നേ? നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാല് അത് നമുക്ക് തട്ടും. അങ്ങനെ വരാതിരിക്കാനാണ് മോളെ. ഇതൊക്കെ പണ്ടുള്ള ആളുകൾ പറയുന്നതാണ് കേട്ടോ. സത്യാണോന്നൊന്നും എനിക്കറിയില്ല. എന്നാലും മോൾ ഇത്തിരി കൺമഷി എടുത്ത് കണ്ണെഴുതിക്കോ. എനിക്ക് കൺമഷി ഇല്ലമ്മേ. ആണോ? എങ്കിൽ ഞാൻ ഉണ്ണിമോളോട് മേടിച്ചു തരാം. ശരിയമ്മേ. ഇനി കുഴമ്പ് തേക്കാം. അവർ അവളുടെ കാലിലും നടുവിലും ഒക്കെ കുഴമ്പ് തേച്ചു. 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇത് തേച്ചു പിടിപ്പിക്കണം. അത് കഴിഞ്ഞേ കുളിക്കാൻ പാടുള്ളൂ. അങ്ങനെ സുമിത്ര പറഞ്ഞ പ്രകാരം 1.5 മണിക്കൂറിന് ശേഷമാണ് ലക്ഷ്മി ഇളം ചൂടുവെള്ളത്തിൽ കുളിച്ചത്. എണ്ണമെഴുക്ക് കളയാനായി അവൾ സുമിത്ര കൊടുത്ത ചെമ്പരത്തിത്താളി ഉപയോഗിച്ചു. എല്ലാം കഴിഞ്ഞ് കുളിച്ചിറങ്ങിയപ്പോൾ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. ഈ കാച്ചെണ്ണയുടെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുളി കഴിഞ്ഞപ്പോ നിനക്കൊരു പ്രത്യേക ചന്തം. വൈശാഖൻ അവളുടെ മുടിയെടുത്ത് മണത്തു. അതെ, അധികം മണക്കേണ്ടാട്ടോ. അങ്ങോട്ട് മാറി നിൽക്ക്. ചുമ്മാതല്ല അമ്മ പറഞ്ഞത്. എന്ത്? എന്താടി അമ്മ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാ. അവൾ ഉണ്ണിമോൾ കൊടുത്ത കൺമിഷി എടുത്ത് 2 മിഴികളും നന്നായി എഴുതി. കാലത്തെ തന്നെ വൈശാഖൻ അമ്പലത്തിൽ പോയി. ഇന്നാണ് അവൻ പോലീസ് ഇൻസ്പെക്ടറായി ചാർജ് എടുക്കുന്നത്. അതിനു മുമ്പ് അമ്പലത്തിലൊന്ന് പോയതാണ്. അച്ഛനും അമ്മയുമായിട്ടാണ് അവൻ അമ്പലത്തിൽ പോയത്. ലക്ഷ്മിയും വീണയും ഉണ്ണിമോളും അവർ വരുന്നത് നോക്കിയിരിക്കുവാണ്. വിജിയും കുഞ്ഞും അശോകനും ശ്യാമളയും കൂടി അല്പസമയത്തിനകം വരുമെന്നാണ് പറഞ്ഞത്. 3 പേരും കൂടി ഉമ്മർത്തിരിക്കുകയാണ്. ദേ, അവർ വരുന്നുണ്ട്, ലക്ഷ്മി പറഞ്ഞു. കാലത്ത് ഇഡലി സാമ്പാറുമായിരുന്നു. അമ്പലത്തിലൊക്കെ പോയിട്ട് ഐശ്വര്യമായിട്ട് ജോലിക്ക് കയറുമ്പോ നോൺ വെജ് ഒന്നും വേണ്ടെന്ന് എല്ലാരും കൂടി മുൻകൂട്ടി തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞതും അശോകനും ശ്യാമളയും വിജയും ഒക്കെ എത്തി. വിജിയുടെ കുഞ്ഞിനെ കണ്ടതും ലക്ഷ്മി വേഗം കുഞ്ഞിനെ എടുത്തു. യോ മോളെ, കുഞ്ഞിനെ എടുക്കല്ലേ, അവൻ അറിയാണ്ടെങ്ങാനും വയറ്റി ചവിട്ടും. സുമിത്ര വേഗം കുഞ്ഞിനെ മേടിച്ചു. രാജീവനും ദീപയും ഒക്കെ ഫോണിൽ അവനെ വിളിച്ചു. വൈശാഖൻ പോലീസ് യൂണിഫോം ഒക്കെ ധരിച്ച് കണ്ണാടിക്ക് മുമ്പിൽ നിന്നു. ലക്ഷ്മി, അവൻ ഉറക്കെ വിളിച്ചു. ദാ വരുന്നേട്ടാ. അവൾ മുറിക്കകത്ത് ചെന്നു. പോലീസ് യൂണിഫോം ഇട്ട് വൈശാഖൻ നിൽക്കുന്ന കണ്ടത് അവൾ അവനൊരു സല്യൂട്ട് കൊടുത്തു. സന്തോഷം കൊണ്ട് അവൾക്ക് മിണ്ടാൻ പോലും പറ്റുന്നില്ല. ഏട്ടാ, അടിപൊളിയായിട്ടുണ്ട്. അവൾ അവന്റെ കവിളിൽ ഒരു മുത്തം കൊടുത്തു. അവൻ ചിരിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. വയറു വലുതായി വരുന്നതുകൊണ്ട് പണ്ടത്തെ പോലെ എളുപ്പത്തിൽ അവനെ കെട്ടിപ്പിടിക്കാനൊന്നും അവൾക്ക് പറ്റിയില്ല. അവളുടെ ഇരു കവളിലും മുത്തം കൊടുത്തിട്ട് അവൻ കുനിഞ്ഞിരുന്നു. അവളുടെ വീർത്ത വയറിൽ ഒരു മുത്തം കൂടി കൊടുത്തു. അച്ഛ പോയിട്ട് വരാം. അമ്മയുടെ അടുത്ത് വഴക്കുണ്ടാക്കാണ്ടിരുന്നോണേ. അവന്റെ ശബ്ദം കേട്ടതും കുഞ്ഞനങ്ങി. ഒരു ഉമ്മ കൂടി കൊടുത്തിട്ടവൻ മെല്ലെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും അവനെ പ്രതീക്ഷ നിൽക്കുകയാണ്. ആ, വേഷമൊക്കെ മാറിയോ, ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര വന്ന് മകനെ കെട്ടിക്കൊണ്ടിരുന്നു. അറിയാതെ ആ കണ്ണുകൾ നിറഞ്ഞു വന്നു. അമ്മയ്ക്ക് സന്തോഷായി. എന്റെ കുട്ടിയെ ദൈവം കാക്കും. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്താ അമ്മ ഇത്? ഏട്ടൻ ആദ്യമായിട്ട് ഇറങ്ങുമ്പോ അമ്മ കരയാണോ? വീണവന്ന് അമ്മയുടെ കയ്യിൽ പിടിച്ചു. സുമിത്രേ, ശേഖരം വിളിച്ചപ്പോ അവർ കണ്ണീർ തുടച്ചു. രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണ്ടേ? ശ്യാമളയാണെന്ന് ഓർമ്മിപ്പിച്ചത്. പെട്ടെന്ന് സുമിത്ര മകന്റെ നേർക്ക് ആരതി ഒഴിഞ്ഞു. വൈശാഖൻ അച്ഛന്റെയും അമ്മയുടെയും കാൽത്തൊട്ട് വന്നിച്ചു. അതുപോലെ തന്നെ അശോകന്റെയും ശ്യാമളയുടെയും. മാമൻ പോയിട്ട് വരാട്ടോ.
വിജിയുടെ കുഞ്ഞിന്റെ കവളിൽ ഒരു മുത്തം കൊടുത്തിട്ട് അവൻ മുറ്റത്ത് കിടന്ന ജീപ്പിലേക്ക് കയറി. എല്ലാവരും അവൻ പോകുന്നത് നോക്കി നിന്നു. ഞാൻ ഇപ്പൊ വരാട്ടോ, ഒരു 5 മിനിറ്റ് പറഞ്ഞുകൊണ്ട് ശേഖരൻ പെട്ടെന്ന് വഴിയിലേക്ക് ഇറങ്ങി. മോൻ പോയ വഴിയിലേക്ക് നോക്കി അയാൾ നിന്നു. ഏതൊരച്ഛന്റെയും അഭിമാന നിമിഷമായിരുന്നു അത്. ഒലിച്ചിറങ്ങിയ കണ്ണുനീർ ആരും കാണാതെ അയാൾ തുടച്ചു മാറ്റി. എന്റെ മകന്റെ വഴികളിൽ എപ്പോഴും നീ ഉണ്ടായിരിക്കണേ മഹാദേവ. അയാൾ കണ്ണുകളടച്ചു പ്രാർത്ഥിച്ചു. ശേഖരേട്ടാ, വൈശാഖൻ ഇന്ന് ആദ്യമായി ജോലിക്ക് പോയല്ലേ? അടുത്ത വീട്ടിലെ രാജനാണ്. KCB ജോലി ചെയ്യുകയാണായി. ബൈക്ക് കൊണ്ടുവന്ന് ശേഖരന്റെ അടുത്ത് ഒതുക്കി നിർത്തിയിട്ട് അയാൾ ചോദിച്ചു. അവൻ ഇന്നാണ് ജോയിൻ ചെയ്യുന്നത്. രാജൻ കാലത്തെ ജോലിക്ക് പോവാണോ? അതെ ശേഖരേട്ടാ, പോവാണ്. പിന്നെ ഒരു കാര്യം പറയാണ്ട് വയ്യ. വൈശാഖിനെ പോലെ ഒരു മകനെ കിട്ടിയതിൽ ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ ഈ നാട്ടിലില്ല. വരട്ടെ, ഇത്തിരി ലേറ്റായി പോയി. അതും പറഞ്ഞുകൊണ്ടയാൾ ബൈക്ക് ഓടിച്ചു പോയി. സത്യമാണ്, അവനെപ്പോലൊരു മകനെ കിട്ടിയതിൽ താൻ ഏറെ സന്തോഷവാനാണ്. ഒരിക്കലും അവനിൽ നിന്നും തനിക്കൊരു വിഷമവും വന്നിട്ടില്ല. എന്നും തന്റെ വാക്കുകൾ അനുസരിച്ച് മാത്രമേ അവൻ ജീവിച്ചിട്ടുള്ളൂ. ഒരു ദിശയിലോ ചീത്ത കൂട്ടുകളും ഒന്നുമില്ല അവന്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത്തിരി തണ്ണിയടിക്കുന്നത് താൻ കണ്ടില്ലെന്ന് നടിക്കും. അയാൾ മനസ്സിലോർത്തു. അച്ഛാ, അച്ഛനോട് എന്തെടുക്കുവാ? വീണ വന്നു വിളിച്ചു. വരൂ അടിമോളെ. വിജിയുടെ കുഞ്ഞിനെയും താലോലിച്ചുകൊണ്ട് ലക്ഷ്മി സെറ്റിയിലിരിക്കുകയാണ്. ആ ശേഖരേട്ടാ, ഞാൻ വന്നതേ മറ്റൊരു കാര്യം കൂടി പറയാനാ. എന്താ അശോക? അയാളും അശോകന്റെ അടുത്തേക്ക് വന്നിരുന്നു. ഈ 7-ാം മാസത്തിൽ പ്രസവത്തിന് വിടുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. ഇനിയിപ്പോ അധികം വൈകിക്കണ്ടെന്നാ ശ്യാമള പറയുന്നേ. വീണയുടെ കല്യാണം അടുത്ത് വരുമല്ലേ? അതിനു മുമ്പ് നമുക്ക് ആ ചടങ്ങ് നടത്തിയാലോ? അത് ശരിയാ അശോക. കല്യാണത്തിന്റെ തിരക്കാകും മുമ്പ് അത് കഴിയട്ടെ. എന്നാൽ നമുക്ക് കണിയാന്റെ അടുത്തേന്ന് നല്ലൊരു ദിവസം കുറിപ്പിക്കാം. തുടരും.